നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടോ, ഇതാണ് കാമുകൻ, അശ്വതിയുടെ കള്ള കാമുകൻ. മാന്യമാര് താമസിക്കുന്ന ഈ പ്രദേശത്ത് ഈ വീട്ടിൽ പട്ട പകല്, അതും ബെഡ്റൂമില്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളൊക്കെ എന്ത് അയൽക്കാരാണ്. ഒടുവിൽ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു. നിങ്ങൾക്കും പ്രായപൂർത്തിയായ പെൺമക്കളൊക്കെ ഉള്ളതല്ലേ. അവരും ഇവിടെ ഈ അശ്വതി കണ്ടല്ലേ പഠിക്കുന്നേ. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ഇടപെടേണ്ടത് നിങ്ങൾ അയൽക്കാരാ. ഇവൾ ഈ വീട്ടിൽ വാഴിക്കണോ, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ അയൽക്കാർക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ഇവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചോടിക്കണം. ഇവിടെ രാത്രിയും പകരം ആണുങ്ങളുടെ വരവ് പോക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇത്രത്തോളം എത്തും ഞങ്ങൾ വിചാരിച്ചില്ല. അമ്മ വീട്ടിലില്ലാത്തോണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നോ? ഇവൻ ഈ അടുത്ത കാലത്ത് വന്ന് കൂടിയതാ. അതിനുമുമ്പ് വേറൊരുത്തനുണ്ടായിരുന്നു, ഒരു SI എന്ന് പറഞ്ഞൊരുത്തൻ. ഇറങ്ങട്ടെ ഇവിടുന്ന്. ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. ഇറങ്ങ. ഇറങ്ങടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടി. നടക്കങ്ങോട്ട്. ഞങ്ങൾക്കേ പെമ്മക്കളുള്ളതാ. നിന്റെ കഴിഞ്ഞോട്ടൊന്നും ഇവിടെ നടക്കത്തില്ല. ഇറങ്ങങ്ങോട്ട്. ഇറങ്ങടി. നിന്നെ ഒന്നും തോന്നിയ ദിവസം ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്നും മാറിയത് മാറിയത്. ഇവള് പറയുന്നത് കേട്ട് വെറുതെ ഞങ്ങളെ സംശയിക്കാൻ നിൽക്കരുത്. ഇവനാണ് പ്രശ്നം. പോലീസിനെ വിളിക്ക്. ഇവനൊന്നും വെറുതെ വിടരുത്. പറയട്ടെ ചേട്ടാ, നിങ്ങൾ കരുതുന്ന പോലെ അല്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, നിങ്ങൾ കരുതുന്ന പോലെ അല്ല. പറയണ്ട ചേട്ടാ, വിടാൻ ചേട്ടാ, പിടിവിടാൻ പറയട്ടെ. ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ വിടു ചേട്ടാ. ചേട്ടാ ഒന്ന് പറയട്ടെ. ചേട്ടാ എന്താ സംഭവിച്ചത്? കൊറേ വേദനിപ്പിച്ചതാണ്. അനുഭവിക്കട്ടെ. ചേട്ടാ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ചേട്ടാ നീ ഒന്നും പറയണ്ട. പോലെ അല്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കാര്യം എന്താണെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അതിനെ പിടിവിട്ടെ. ഞാൻ പറയട്ടെ. നീ ആരാ? സത്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നീ എന്താ ഇവരുടെ ഏജന്റാ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് ഇവളുടെ അടവാണ്. ആരും ഈ കണ്ണീരിൽ വീഴരുത്. ഇവിടെ ഞാനാണല്ലോ പ്രശ്നം. അത് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിൽ എന്റെ ഭർത്താവ് എന്നോടൊപ്പം വരും.
ഇല്ലെങ്കി ഈ വീട്ടിൽ 2 ഭാര്യമാരുമായിട്ട് അരുണ് കഴിയാം. നീ എന്താടി പറഞ്ഞത്? എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഒന്നുകൂടെ പറയടി. ഒരിക്കൽ കൂടെ പറ. ഇറങ്ങി പോടി. വേണ്ട, ഇറങ്ങി പോവാൻ. വേണ്ട. എന്നെ കൊന്നോ? അങ്ങനെ എന്റെ ശല്യം തീർത്തോ? അല്ലാതെ അരുണില്ലാതെ ഞാൻ പോവില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അരുണേട്ട് ഐശ്വര്യത്തോടൊപ്പം പോണം. ശ്യാമേ, എന്നെ അഭിയും ഇത്രയൊക്കെ അപമാനിച്ചിട്ട് ശ്യാമ എന്തായി പറയുന്നേ? എല്ലാം സത്യാണ്. ഐശ്വര്യയുടെ പ്രവൃത്തികളെല്ലാം കുറെ കടന്നുപോയി. പക്ഷെ എന്ത് പക്ഷേ? ഏട്ടാ, ഒരു നിമിഷം ഏട്ടൻ ഐശ്വര്യയുടെ പക്ഷത്തെ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഐശ്വര്യടുത്ത് പറയുന്നതിൽ സത്യമില്ലേ? ഇക്കാര്യത്തിൽ ഐശ്വര്യടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അശ്വതി ചേച്ചിയും കുഞ്ഞുള്ള സത്യം അറിയാതെയാണ് അരുണേട്ടൻ ഐശ്വര്യടുത്തെ വിവാഹം കഴിച്ചത്. അത് സത്യമാണ്. പക്ഷെ ഐശ്വര്യടുത്തെ തെറ്റുകാരിയാണോ? അല്ലല്ലോ. അരുണേട്ടൻ അച്ഛനെയും അമ്മയും നമ്മുടെ കുടുംബത്തെയും കുറിച്ച് ഓർക്കണം. ആ അന്തസ് മാനിച്ച് ഇപ്പൊ ഐശ്വര്യത്തോടൊപ്പം അരുണേട്ടൻ പോണം. അതെ, ശ്യാമ പറഞ്ഞതാ ശരി. അരുൺ ഐശ്വര്യക്കൊപ്പം പോണം. ഞാനും എന്റെ മോളും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സമാവില്ല. അരുണേട്ടാ, പറയുന്നത് കേക്ക്. ഞാനല്ലേ പറയുന്നേ? ഏട്ടാ, ഞാൻ ഏട്ടന് ദോഷം വരുന്ന എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പറ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന അരുണേട്ടൻ കേൾക്കണം. വാ ഐശ്വര്യടുത്ത് വാ, പോയി കാറി കയറ്. അരുണേട്ടനൊപ്പം വരും. ശ്യാമേ, വാക്കാണോ? അതെ, എടുത്ത് പോയി കാറി കയറ്. ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.